നീറ്റ് പരീക്ഷ എഴുതിയവർ ജീവിതം എന്താകുമെന്നറിയാതെ ഇരിക്കുന്ന സാഹചര്യമാണിത്. പരീക്ഷ തന്നെ റദ്ദാക്കിയ നെറ്റ് എഴുതിയിരിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഇത്രയും വിദ്യാർത്ഥികൾ NDAക്കെതിരെ സമരവുമായി തെരുവിലിറങ്ങിയിട്ടും തട്ടിപ്പ് നടത്തുന്നത് ഇന്നുവരെ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അക്കാദമിക്സിനെ അട്ടിമറിച്ച് മികച്ച വിദ്യാർത്ഥികളുടെ ജീവിതം കളഞ്ഞ നമ്മൾ എങ്ങനെയാണ് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നത്? രാജ്യത്തുടനീളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നേരിട്ടിറങ്ങുമ്പോൾ ആർക്കാണ് ഒരു നേട്ടം കൊണ്ടുവരാൻ കഴിയുന്നത്? എന്നാൽ ഈ പ്രശ്നം ആളിക്കത്തുമ്പോൾ ആയുധമാക്കി പ്രതിപക്ഷവും രംഗത്തിറങ്ങുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രത്യേക ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പാർലമെന്റ് അവരോടൊപ്പം എന്ന സന്ദേശം നൽകണം. പാർലമെന്റിൽ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം നീറ്റിൽ പ്രത്യേക ചർച്ച വേണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും പിന്നീട് ചർച്ച അനുവദിക്കാത്തതിനാൽ പ്രതിപക്ഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. BR അംബേദ്കറിന്റെ പ്രതിമ മാറ്റിയതിലും രാജ്യസഭയിൽ ബഹളമുണ്ടായിരുന്നു. എന്നാൽ മല്ലികാർജുൻ ഖാർഗെയും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. നെറ്റിന്റെ 2024 ജൂൺ സൈക്കിൾ ഇപ്പോഴാണ് നടന്നത്. ഇത്തവണ നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പേപ്പറുകളും പേനയും ഉപയോഗിച്ചുള്ള പരീക്ഷയായിരുന്നു. OMR ഷീറ്റുകളിലേക്ക് തിരിച്ചു പോകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പരീക്ഷയായിരുന്നു ഇത്തവണത്തേത്. എന്നാൽ പരീക്ഷ കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ അത് റദ്ദാക്കേണ്ടി വന്നു. വീണ്ടും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാക്കി മാറ്റി. നീറ്റിലേക്ക് വരാം, അതാണ് കൂടുതൽ തീവ്രമായ പ്രശ്നമെന്ന് പറയുന്നത്. നീറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അഴിമതി ഏറെ പ്രധാനപ്പെട്ടതാകുന്നത്? രാജ്യത്തെ തൊഴിലില്ലായ്മ അതിന്റെ പാരമ്യത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഈ അഴിമതി നടക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ അഴിമതി വലിയ ആശങ്കയായി മാറുന്നത്? രാജ്യത്ത് മെഡിക്കൽ ഡിഗ്രി നേടാൻ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാണ് എന്ന് വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും കരുതുന്നത് കൊണ്ടാണ് ഇവർ ഈ പരീക്ഷ എഴുതുന്നത്. എന്നാൽ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഇവിടെ മെഡിക്കൽ സീറ്റുകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം. കുട്ടികളുടെ ആശങ്ക ഇക്കാര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലേക്കാട്ടും വലുതും പ്രധാനമേറിയതുമാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് കുട്ടികൾ നീറ്റ് പോലെയുള്ള പരീക്ഷകളെ സമീപിക്കുന്നത്. കുട്ടികളുടെ ആശങ്ക ഇക്കാര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളെക്കാട്ടും വലുതും പ്രധാനമേറിയതുമാണ്. വലിയ പ്രതീക്ഷകളോടെയാണ് കുട്ടികൾ നീറ്റ് പോലെയുള്ള പരീക്ഷകളെ സമീപിക്കുന്നത്. കുട്ടികളുടെ ഭാവിക്കൊപ്പം മെഡിക്കൽ രംഗത്ത് കഴിവുള്ള കുട്ടികൾ വരേണ്ടത് രാജ്യത്തിന് നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ്. അവിടേക്കാണ് 20-30 ലക്ഷങ്ങൾ നൽകി തങ്ങളുടെ മക്കളെ ഒന്നാമതാക്കാൻ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരീക്ഷകൾ അട്ടിമറിക്കുന്നത്. ദേശീയ പരീക്ഷകളായ നീറ്റ്, JRF, നെറ്റ് പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകൾ ഉയർത്തിവിട്ട വിവാദങ്ങളുടെ അലയൊലികൾ അവസാനിക്കുന്നില്ല. അധികാരികളുടെയും വിശ്വസ്തതയുടെയും അവസാന വാക്കായി നാം കണ്ടിരുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെല്ലാം വർഷവും സംഘടിപ്പിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലും ഗവേഷണവും അധ്യാപനവും നടത്തുന്നതിനു വേണ്ടിയുള്ള നെറ്റ് പരീക്ഷയിലും അഴിമതിയുടെ കറ പുരളുന്നത് ഇതെഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികളുടെ കഷ്ടപ്പാടിന്റെ കൂടി കഥകളിലേക്കാണ് എന്ന് വിരൽ ചൂണ്ടുന്നത്. അത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.